ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്ദിരാമ്മ നല്ല സന്തോഷത്തിലാണ്. ഗോമതി പറഞ്ഞാണ് അമ്മ ഇനി ഒരു മുതുമുത്തശ്ശിയാവാൻ പോവുകയാണെന്ന്. ആരാ? അവിടെ മീനാക്ഷിയും ഇത്ര ആരെങ്കിലും ആണോ? അവർ രണ്ടുപേർക്കും ഒരു ഉത്സാഹമില്ല. അവരല്ല, ദേവിയാണെന്ന് പറയാം. ഓ, അത് ശരി. അപ്പോൾ ദേവി ഇവിടെ ഉണ്ടോ മോളെ? ഇല്ലമ്മേ, ദേവി അവളുടെ വീട്ടിലാണ്. പിന്നെ ഇങ്ങനെ അറിഞ്ഞ് ഉദ്യഭാനു സാറും ശ്രീകലയും കൂടെ വന്നിരുന്നു. അപ്പോൾ പറഞ്ഞതാ. ഓ, ദേവി 2 ദിവസത്തിനകം ഇങ്ങോട്ട് വരും. ഓഹ്, ജോൾസിനെ കണ്ട് നല്ലൊരു സമയവും തീയതിയും ഒക്കെ നോക്കിയിട്ട് വേണം വിളിച്ചിട്ട് വരാൻ കേട്ടോ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാലേട്ടനോട്. നല്ല പോലെ ഒഴിഞ്ഞിടണം, കണ്ണൊന്നും തട്ടാൻ പാടില്ല കേട്ടോ. അതൊക്കെ നിന്ന് നോക്കിക്കോളാം. ഈ സമയത്തെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളോ മറ്റുള്ളതോ ഒന്നും വാങ്ങിച്ച് വെക്കരുത് കേട്ടോ. തൊട്ടിൽ വാങ്ങിച്ച് വെക്കാൻ കുഴപ്പമില്ല, പക്ഷേ മറ്റുള്ളതൊന്നും വാങ്ങിച്ച് വെക്കണ്ട. അതൊക്കെ ദോഷമാണ്. ആണോ അമ്മേ? നിന്നെ ഞാൻ ആദ്യമായിട്ട് ഗർഭിണിയായിരുന്നപ്പോൾ ഇതെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അമ്മേ. അന്ന് എനിക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നല്ലോ എന്ന് ഗോമതി സങ്കടപ്പെടുവാണ്. അപ്പോൾ അമ്മയ്ക്ക് നല്ല വിഷമാവും കേട്ടോ. സാരമില്ല മോളെ, അന്നത്തെ അവസ്ഥ അങ്ങനെയൊക്കെ ആയിപ്പോയി. പോട്ടെ, വിഷമിക്കണ്ട. ഇനിയിപ്പോൾ അതൊക്കെ ഓർത്തിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവർ സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയുടെ സങ്കടം കാണുമ്പോൾ ഗോമതി പറയും, അയ്യോ പോട്ടെ അമ്മേ, ഞാൻ ഓരോന്ന് എന്തൊക്കെയാണ് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോട്ടെ, ഇനിയിപ്പോൾ അതിൻ്റെ പേരിലൊരു വിഷമമൊന്നും വേണ്ട. അപ്പോൾ അമ്മ പറയണം, എന്തൊക്കെ അനുഭവിക്കണമെന്ന് വിധി ഉണ്ടെങ്കിലും അത് അനുഭവിച്ചല്ലേ പറ്റുള്ളൂ മോളെ. ഇപ്പം തന്നെ കണ്ടില്ലേ, എനിക്കൊരു പേരക്കുട്ടി ജനിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ദേവി ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ശത്രുക്കളാണല്ലോ, ശത്രുതയോടെ ആണല്ലോ സഹോദരങ്ങൾ കഴിയുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ പ്രായത്തിലുള്ള ഓരോരുത്തരും മക്കളോടും പേരക്കുട്ടികളോടും സന്തോഷത്തോടെ കഴിയുമ്പോൾ ഞാൻ കഴിയുന്നത് എങ്ങനെയാണ് കണ്ടില്ലേ? സ്വന്തം മക്കളെ പോലും നേരെ ചൊവ്വേ സ്നേഹിക്കാൻ പറ്റണില്ല. ഒരു മതിലിൻ്റെ അപ്പുറം ഇപ്പുറം നിന്ന് ഒളിച്ചും പാത്തും എന്ത് ചെയ്യാൻ? എൻ്റെ വിധി. എൻ്റെ കണ്ണടയണതിന് മുൻപെങ്കിലും ഈ 2 കുടുംബങ്ങളും ഒന്നായിട്ട് വാശിയും വൈരാഗ്യം കളഞ്ഞ് സന്തോഷമായിട്ട് ജീവിച്ച് കണ്ടാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് അവരങ്ങനെ കരഞ്ഞിട്ട് അകത്തേക്ക് കയറി ചെല്ലാണ് കേട്ടോ. അകത്ത് കയറുന്നത് ഭയങ്കര സന്തോഷത്തോടുകൂടി വിളിച്ചിട്ടാണ് കേട്ടോ. നന്ദിതേ, രാജശ്രീ ഓടി വാ എന്നൊക്കെ വിളിച്ചിട്ട് അടുക്കളയിലേക്ക് കൊണ്ടുപോയി ആ പാത്രം കൊണ്ടുവച്ച് പെട്ടെന്ന് ഗ്ലാസ്സൊക്കെ എടുത്ത് 2 ഗ്ലാസ്സിൽ പെട്ടെന്ന് എന്നെ പായസം ഇങ്ങനെ പകർന്നെടുക്കുകയാണ് കേട്ടോ. ഓ, രാജശ്രീ ഓടിക്കൊണ്ട്, അയ്യോ അമ്മേ, എന്തിനാ അമ്മ ഇങ്ങനെ അടുത്ത് വിളിക്കുന്നത്? അയ്യോ, ഇതെന്താ പായസമാണോ? ആഹാ, ഇങ്ങോട്ട് തന്നെ, ഇത് എവിടുന്നാന്നൊക്കെ ചോദിക്കണതിന് മുന്നേ തന്നെ പായസം അങ്ങ് വലിച്ച് കുടിച്ചു കിട്ടോ രാജശ്രീ. അപ്പോൾ നന്ദിത ചോദിക്കുന്നുണ്ട്, അമ്മേ ഇതെവിടുന്നാണ്? എന്താണ് ഇത്ര ആരെങ്കിലും ബർത്ത്ഡേ വല്ലതാണോ? അപ്പുറത്തെ ദേവമംഗലത്ത് പുതിയൊരു അതിഥി വരാൻ പോകുന്നത്. പുതിയൊരു അതിഥിയാണ്? അതെ, ദേവി ഗർഭിണിയാണ്. അപ്പോൾ രാജശ്രീ ചോദിക്കുന്നുണ്ട്, ഏത് ദേവി? നമ്മുടെ ദേവി ആനന്ദിൻ്റെ ഭാര്യ. ഓ, ദേവിക്ക് വിശേഷമുണ്ടോന്ന് നന്ദിത. അതെ, അതിൻ്റെ സന്തോഷത്തിൽ ഗോമതി പായസം വെച്ചു. ഇത് അത്രയും കേൾക്കുമ്പോൾ തന്നെ രാജശ്രീക്ക് അങ്ങോട്ട് ദേഷ്യം വന്നാൽ പായസം എടുത്ത് ഒരൊറ്റ എറി കൊടുക്കുന്നുണ്ട് കേട്ടോ. പായസം. അപ്പോൾ ഉടനെ ഭർത്താക്കന്മാർ 2 പേരും വന്നിട്ടുണ്ട്. അലോകം വന്നിട്ടുണ്ട്. എന്താ ഇവിടെ പ്രശ്നം? ഓ, ദേവമംഗലത്ത് എന്തോ സന്തോഷമാണെന്ന് പറഞ്ഞ് ഇവിടെ കൃഷ്ണമംഗലത്ത് ആഘോഷിക്കാൻ നിൽക്കുന്നു. പായസം വിതരണം ചെയ്യുന്നു, പഞ്ചാമൃതം വിതരണം ചെയ്യുന്നു. എന്തൊക്കെയാ ഈ കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ രാജശ്രീ ഭർത്താക്കന്മാരോട് അങ്ങ് പറയട്ടോ. വേണമെങ്കിൽ സദ്യയും കൂടി വിളമ്പ, അതല്ലേ നല്ലത്. അപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരും കേട്ടോ. അമ്മ ഓടി വന്നിട്ട്, എന്താണ് നീ കാണിച്ചത്? പായസം നീ തട്ടിക്കളയുന്നല്ലേ എന്ന് പറഞ്ഞൊരു അടി കൊടുക്കാൻ പോവാട്ടോ. അയ്യോ അമ്മേ, എന്താ ഇതെന്ന് പറഞ്ഞ് മക്കളെ പിടിച്ചങ്ങ് മാറ്റണം കേട്ടോ. എന്താടി ഇവിടെ പ്രശ്നം? അപ്പം നന്ദിത പറയുന്നുണ്ട്, അതെ, അപ്പുറത്ത് ദേവി ഗർഭിണിയാണെന്നും പറഞ്ഞ് ഗോമതി കുറച്ച് പായസം വെച്ചത് അമ്മയ്ക്ക് കൊടുത്തു. അതിവിടെ കൊണ്ടുവന്നു. അതിൻ്റെ ദേഷ്യത്തില്ല ഇവളിങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്. പിന്നെല്ലാം ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഉടനെ രാജശ്രീയോട് നന്ദിത പറഞ്ഞിട്ട്, അതൊന്നും ശരിയായില്ല. ഇപ്പം നീ കാണിച്ച പായസം തട്ടി തരുന്നത് എന്തായാലും ശരിയായോ? നീ ഒരു അമ്മയല്ലേ, ഒരു അമ്മയാവാൻ പോകുന്നതിൻ്റെ സന്തോഷം അത് ആരായാലും എന്താ, അത് ഒരു വലിയ മഹത്തായ ഒരു കാര്യം തന്നെയല്ലേ. നിനക്കെന്താ അതിനെക്കുറിച്ച് അറിയാത്തത്? അതിൻ്റെ ഒരു സന്തോഷം പങ്കിട്ടപ്പോൾ നിനക്ക് ഇത്ര ഇഷ്ടപ്പെട്ടില്ലേ? അതിൻ്റെ പുണ്യം എത്രയുണ്ടെന്ന് നിനക്ക് അറിയത്തില്ലേ അല്ലേ? ഓ, ചേച്ചി വലിയ ന്യായമൊന്നും പറയണ്ട. നമ്മളെങ്ങനെയൊക്കെ തോൽപ്പിക്കാമെന്ന് പറഞ്ഞ് നോക്കി നടക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ മധുരം വിളമ്പാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് അമ്മയെ നോക്കുക കേട്ടോ. അല്ലെങ്കിലും അലോകൻ ജനിക്കേണ്ടി കുഞ്ഞിന് വേണ്ടി ഇവിടെ പായസം വയ്ക്കേണ്ടതായിരുന്നു. അവൻ്റെ കല്യാണം പോലും മുടക്കി. ആ കണ്ണീര് ഇതുവരെ എനിക്ക് തോന്നിട്ടില്ല. അതിനിടയ്ക്കാം അയലോക്കത്തുള്ള ഒരു സന്തോഷം കൊണ്ട് വരുന്നത്. ആദ്യം ഇവിടെ ഒരു സന്തോഷം വരട്ടെ, എന്നിട്ട് മതി ശത്രുക്കളുടെ ആഘോഷത്തിൽ പങ്കുചേരാൻ നിൽക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് രാജശ്രീ വീണ്ടും ആ പായസം എടുത്ത് അങ്ങോട്ട് വലിച്ചെറിയാൻ പോവാട്ടോ. അപ്പോൾ ഇനി ഇതും കൂടി നീ വലിച്ചെറിഞ്ഞാണ്ടല്ലോ ഞാൻ ആരാണെന്ന് നീ അറിയും എന്നും പറഞ്ഞുകൊണ്ട് ആ കൈ അങ്ങോട്ട് പിടിച്ച് വയ്ക്കുന്നുണ്ട് നമ്മുടെ ഇന്ദിരാമ്മ. അപ്പോൾ രാജശ്രീ വഴക്ക് പറയാട്ടോ, അച്യുതൻ വേണ്ട, നീ മിണ്ടാതെ നിൽക്കുന്നത്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഈ കുടിപ്പക ഒരിക്കലും തീരില്ല അല്ലേ? എന്നോ നടന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത് മതിയായില്ലല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ? സഹോദരങ്ങൾ തമ്മിൽ പക കൂടിയിട്ട് എന്തൊക്കെ കാണിച്ച കൂട്ടിയത്? സ്വന്തം അനിയൻ്റെ വിവാഹം വരെ മുടക്കി, അവൻ്റെ ജീവിതം തൊലയ്ക്കാൻ നോക്കി, എന്നിട്ടോ തീർന്നില്ല.
ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെങ്കിലും ഒന്ന് പരസ്പരം സ്നേഹിക്കാനായിട്ട് സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് നിങ്ങൾ അനുവദിക്കുക. അവരെങ്കിലും അങ്ങനെ ജീവിക്കട്ടെ. ആനന്ദിൻ്റെ, ആര്യൻ്റെ, അലോകിൻ്റെ ഒക്കെ മക്കൾക്ക് കൃഷ്ണമംഗലവും ദേവമംഗലവും ഒന്നും പ്രത്യേകമല്ല. അത് ഒറ്റ വീടായിട്ട് തന്നെ അവർ ജീവിക്കണം, ഇവിടെ വളരണം. മനസ്സിലായോ? അല്ലാതെ നിങ്ങളിങ്ങനെ പകയും കൊണ്ടല്ല നടക്കേണ്ടത്. പിന്നെ അങ്ങനൊരു ദിവസം വരും, എനിക്ക് നല്ല ഉറപ്പാണ്, ഒരുമയോടുകൂടി ജീവിക്കുമെന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ അച്യുതനും ആനന്ദനും ഒക്കെ മുഖമൊക്കെ ഒരുമാതിരി ആവാട്ടോ. ഇനി പായസം നിങ്ങളാരും കുടിച്ചില്ലെങ്കിൽ വേണ്ട, പക്ഷേ ഞാൻ കുടിക്കുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞ് അവരുടെ മുമ്പിൽ വെച്ച് അമ്മ ആ പായസം വലിച്ച് കുടിക്കാൻ കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ധർമ്മനും സുകന്യയും കൂടെ ഒരു ഹോട്ടൽ റൂമിലേക്ക് വരുന്നുണ്ട്. അതിനകത്ത് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു 5 സ്റ്റാർ ഹോട്ടലിലൊക്കെയാണ് കയറി ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് ധർമ്മൻ. കൊള്ളാം, നല്ല റൂമാണല്ലോ എന്ന്. അപ്പോൾ അവിടെ റൂം ബോയ് തൊട്ടടുത്ത് നിൽപ്പുണ്ട്. റൂം ബോയിന് മുമ്പേ വെച്ച് തന്നെ സുകന്യ പറയുന്നുണ്ട്, ഞാൻ 5 സ്റ്റാർ റേറ്റ് നോക്കി ഹോട്ടലൊക്കെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഏതെങ്കിലും തുക്കട ലോഡ്ജ് വല്ല ആയിരുന്നെങ്കിൽ കാണാമായിരുന്നു. അപ്പോൾ ധർമ്മൻ അങ്ങ് നാണം കിട്ട് പോവുക. അപ്പോൾ ധർമ്മം വിചാരിക്കുകയാണ്, അങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റില്ല, മര്യാദയ്ക്ക് നിലയ്ക്ക് നിർത്തിയാലേ പറ്റുള്ളൂ. അപ്പോൾ ഉടനെ തന്നെ കയ്യിലിരുന്ന് ഒരു 100 രൂപ ചോദിക്കുന്നുണ്ട് ധർമ്മനോട്, പൈസ കൊടുക്കാൻ. ധർമ്മൻ ചോദിക്കണം എന്താ? ധർമ്മൻ്റെ അനുവാദം ഇല്ലാതെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്ത് അതിൽ നിന്ന് 100 രൂപ ആ വന്ന ബോയ്ക്ക് കൊടുക്കുക കേട്ടോ. അപ്പം തന്നെ ധർമ്മന് ദേഷ്യം പറഞ്ഞിട്ട് ധർമ്മൻ ചോദിക്കണം, നീ എന്തിനാ ഇപ്പം 100 രൂപ കൊടുത്തത്? ഞാൻ അവിടെ ആ ഹോട്ടൽ ഭക്ഷണം കഴിക്കാനായിട്ട് ഹോട്ടലിരുന്ന സമയത്ത് ഞാനവിടെ 200 രൂപ ടിപ്പ് കൊടുക്കാൻ പോയപ്പോൾ നീ എന്നെ വഴക്ക് പറഞ്ഞ് 100 രൂപ തിരിച്ച് വാങ്ങിച്ചില്ലേ? എന്നിട്ട് ഇപ്പോൾ ദേ ഇവന് 100 രൂപ കൊടുത്തിരുന്നു, എന്തിനാ ഇതിൻ്റെ ആവശ്യം? അപ്പോൾ പറയുന്നുണ്ട് സുകന്യ, അതെ, ജോലി ചെയ്യുന്നവർക്ക് വേണം നമ്മൾ പൈസ കൊടുക്കാൻ, ചുമ്മാ പൊങ്ങച്ചം കാണിക്കുന്നവർക്കല്ല കാശ് കൊടുക്കേണ്ടത്. അതെന്താ അങ്ങനെ നീ പറഞ്ഞത്? ഹോട്ടലിൽ ചെന്നപ്പോഴത്തേക്കും അത് ആവശ്യത്തിന് 100 രൂപ കൊടുക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ 200 രൂപ കൊടുത്തു, അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ അതുപോലെയല്ല, ഇവൻ നമ്മുടെ ബാഗ് ചുമന്ന് ഇങ്ങനെ അറ്റം വരെ കൊണ്ടുവന്നതാ. അവരെ 100 രൂപ കൊടുക്കണം, അത് അർഹതപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ടാണ്, അത് അവൻ അധ്വാനിച്ചതുകൊണ്ടാണ്. മറ്റത് അങ്ങനെയല്ല, അവിടെ ചെന്ന് പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ കൊടുത്തത്. അപ്പോഴത്തേക്കും ധർമ്മം വിചാരിക്കണം, എൻ്റെ ദൈവമേ, ഇവളുടെ മുന്നിൽ ഒരു തരത്തിൽ പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ലല്ലോ ഈശ്വര. എന്തായാലും എനിക്കൊരു ചായ കുടിച്ചേ പറ്റുള്ളൂ. ചായ കുടിക്കണമെങ്കിൽ ഇനിയിപ്പോൾ അങ്ങോട്ടൊന്നും പോകേണ്ട കാര്യമില്ല, ഇവിടുന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ അവരിവിടെ കൊണ്ടുവരും. അത് ശരി, ഇവിടുത്തെ ചായ ആണോ? എന്നാൽ പിന്നെ ഇവിടുന്ന് ചായ കുടിക്കല്ലേ. അപ്പോഴാണ് അവിടെ പ്രൈസ് ലിസ്റ്റൊക്കെ ഇരിക്കുന്നത് കാണുന്നത്. അതെടുത്ത് നോക്കുമ്പോഴത്തേക്കിനും ഒരു ചായക്ക് 150 രൂപയാണ്. അയ്യോ, ഭയങ്കര കഴുത്തറപ്പാണല്ലോ ഈ 150 രൂപ. എനിക്ക് വേണ്ട, ഞാൻ താഴെ പോയി പുറത്ത് പോയി 15 രൂപ ചായ കുടിച്ചിട്ട് വരാം. എന്നാൽ ധർമ്മയുടെ താഴെ പോയി കുടിച്ചിട്ടോ, ഞാൻ ആ സമയത്ത് ഇവിടെ ഫ്രഷ് ആയിട്ട് വരാം. പിന്നെ ഒരു കാര്യം, ഏതായാലും 3-4 ദിവസം നമ്മളിവിടെ ഉണ്ടാവുമല്ലോ, കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് പർച്ചേസ് ചെയ്യാനുണ്ട്. പിന്നെ ബാലേട്ടനോട് കുറച്ച് കാശ് നിങ്ങൾക്ക് ഇട്ട് തരാൻ പറ. പിന്നെ ചായക്ക് 150 രൂപയല്ലേ, അപ്പോൾ ഇവിടുത്തെ ഫുഡിന് എത്ര രൂപയായിരിക്കും ഒന്ന് ഊഹിച്ച് നോക്ക്. ഹണിമൂണിന് വന്നിട്ടേ 15 രൂപയുടെ ചായയും തട്ട് ദോശ കഴിക്കാനൊന്നും ധർമ്മേട്ടൻ എന്നെ പ്രതീക്ഷിക്കണ്ട കേട്ടാലോ. ഞാൻ ഫ്രഷാവും പോവാം, നിങ്ങൾ പോയി ചായ കുടിച്ചിട്ട് വാങ്ങും. അപ്പോൾ ധർമ്മൻ ആകെപ്പാട്ട് ധർമ്മസങ്കടത്തിലായിട്ടുണ്ട്. ഇപ്പം ബാലൻ്റേത് ഇനിയും കാശ് ചോദിക്കുക എന്നുള്ളത് വല്ലാത്ത സങ്കടത്തിലാണല്ലോ. അതിങ്ങനെ അങ്ങനെ ധർമ്മൻ താഴോട്ട് ഇറങ്ങി പോവാട്ടോ. അങ്ങനെ ഗോമതിക്ക് ഭയങ്കര ആശങ്കയായി, ദേവി ഒന്ന് വിളിക്കണം, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ മിത്രേനെയും മീനാക്ഷിനെയൊക്കെ കൊണ്ട് വീഡിയോ കോളിൽ വിളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ദേവി അവിടെ എന്തൊക്കെയോ തൂത്തും തുടച്ചൊക്കെ നിൽക്കുകയാണ് കേട്ടോ. കയ്യിൽ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇവിടെ വരുന്നത് കോള്. അപ്പം അയ്യോ, അമ്മയാണല്ലോ. അങ്ങനെ കയ്യിലിരുന്ന സാധനത്തോടു കൂടി തന്നെ ആ കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ദേവി എന്തോ ഭാരമുള്ള സാധനം എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഇവിടുന്ന് ഗോമതി പറയുന്നുണ്ട്, അയ്യോ മോളെ, നീ എന്തായി കാണിക്കുന്നത്? ഇത്രയും ഭാരമൊക്കെ ഈ സമയത്ത് എടുക്കാവോ? അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. എന്താ അമ്മയെന്നോ നിനക്കറിയില്ലേ ഇപ്പോഴത്തെ കാര്യങ്ങൾ? അപ്പോഴാണല്ലോ ദേവിക്ക് ഓർമ്മ വരുന്നത്, കള്ളം പറഞ്ഞ് ഗർഭിണിയാണെന്ന് പറഞ്ഞിരിക്കുകയല്ലേ. പെട്ടെന്ന് അതങ്ങ് താഴെ വെക്കുക. അങ്ങനെ താഴെ വെച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. എന്താണ് മോളെ, സുഖമാണോ? ഇങ്ങനെ അവിടെ ഒരുപാട് ജോലിയൊന്നും ചെയ്യരുത്, മോക്ക് വേറെ എന്താ ഛർദിലുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അയ്യോ, ഛർദിലൊന്നും ഇല്ലേ. പിന്നെ രാജശ്രീ വന്നപ്പോൾ പറഞ്ഞത്, അത് ഇന്ന് ഞാൻ ഛർദിച്ചില്ലെന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഭയങ്കര ഛർദില അമ്മേ. അത് ശരി. പിന്നെ വേറെ വയ്യായികൾ എന്തെങ്കിലും നിനക്കുണ്ടോ? മനം പുരട്ടൽ, തല കറക്കം, ഇതൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നും ഇല്ലേ? ഈ സമയത്ത് ഇതൊക്കെ വരേണ്ടതാണല്ലോ. ചെറുതായിട്ട് കണ്ണൊക്കെ ഇങ്ങനെ മങ്ങും പോലെ തോന്നുന്നുണ്ട്. അതിനെ അടി പറയണ തല കറക്കുമെന്ന്. അത് ശരി. അങ്ങനെയാണെങ്കിൽ മോളെ കാലിൽ നീരൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കാം കേട്ടോ.
നീരോ? അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ കുഴപ്പമാവുമല്ലോ എന്ന് വെച്ച് ദേവി പറഞ്ഞിട്ട് ഉണ്ട്, കയ്യിലും കാലിലൊക്കെ നല്ല നീരുണ്ടെന്ന് അങ്ങ് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഗോമതി പറയും, അയ്യോ എൻ്റെ ദൈവമേ, ഈ മാസം തുടങ്ങിയ ഉടനെ നീരോ? എങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും മോളെ, അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ ദേവി വീണ്ടും പെട്ടുപോയിട്ട്, അല്ല അമ്മേ, അത് ചെറുതായിട്ടൊക്കെ ഉള്ളൂ, എന്നാലും നീ കാണിക്ക്, ആ നീര് കാണിക്ക്, നോക്കട്ടെ എന്ന് പറയുമ്പോൾ ദേവി ആകെ പെട്ടുപോയി. ദേവി പെട്ടെന്ന് പറയും, അയ്യോ അമ്മേ എന്നെ ആരോ ഗസ്റ്റ് വന്നു അമ്മേ, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു കേട്ടോ. ദേവി അങ്ങനെ ഭയങ്കര സങ്കടത്തിലായിപ്പോയി. അങ്ങനെ പിന്നെ ഗോമതിക്ക് ഭയങ്കര ആശങ്കയായി കേട്ടോ. ഗോമതി വിചാരിക്കുന്നുണ്ട് അവിടെ ശ്രീകല നോക്കുന്നൊന്നും ഇല്ലാന്ന് തോന്നുന്നു, നേരെ അവളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നു, ഭാരം എടുപ്പിക്കുന്നു, എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്, എത്രയും വേഗം ദേവി ഇങ്ങോട്ട് കൂട്ടിക്കൊന്ന് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആശങ്കയിലായി. അങ്ങനെ ദേവിയാണെങ്കിൽ ഇതറിഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയ്ക്ക് നല്ല വഴക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയും കൂടെ പറയുന്നുണ്ട്, മോളെ നീ സന്തോഷവതി ആയില്ലേ, എന്തായാലും ദേവിക്ക് അത് കേട്ട് ദേഷ്യമാണ് വരുന്നത്. എന്ത് സന്തോഷം, ഉള്ള കള്ളത്തരങ്ങളെല്ലാം വിളിച്ച് അവിടെ പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ വീണ്ടും ആകെ പെട്ടുപോയില്ലേ, എന്തായാലും അവിടെ ഉള്ളവരൊക്കെ ഇത് അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്, നിനക്ക് ഈ ധൈര്യമായിട്ട് അങ്ങോട്ട് പോകാമെന്ന് പറയാം. ആനന്ദേട്ടൻ എന്ത് വന്നാലും ഈ കള്ളത്തരം കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇത് കള്ളമാണെന്ന് ആനന്ദേട്ടന് മനസ്സിലായിട്ടുണ്ട്, എനിക്ക് വയ്യ, നിങ്ങളോടൊക്കെ ഇനി ഞാൻ എന്ത് പറയാമെന്ന് പറഞ്ഞ് ദേവി സങ്കടപ്പെടുക കേട്ടോ. അപ്പോൾ ഹോട്ടൽ റൂമിൽ ചായ എല്ലാം കുടിച്ചിട്ട് തിരിച്ചു വരുന്ന ധർമ്മൻ അകത്ത് കയറി വരുമ്പോൾ കാണുന്നത് നമ്മുടെ സുകന്യ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷായി ഒരു കുട്ടി ഉടുപ്പൊക്കെ ഇട്ട് അങ്ങനെ നിൽക്കുവാണ്. കയറി വന്ന ധർമ്മൻ ഇതാണ് കാണുന്നത്. കണ്ടപാടി ധർമ്മൻ അന്തം വിട്ട് പോവാ. അയ്യോ എനിക്ക് ആൾ മാറിയോ, അത് റൂം മാറിയോ, ഞാൻ തിരിച്ചു പോവാം, സോറി കേട്ടോ എന്ന് പറഞ്ഞ് പോകുമ്പോൾ സുകന്യ വിളിക്കുക, ധർമ്മേട്ടാ ഇത് ഞാൻ തന്നെയാണ്, കയറി വാ. അയ്യേ ഇതെന്താ നീ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്, എന്തേ കൊള്ളത്തില്ലേ? അല്ല എന്നാലും ഇത് സുകന്യക്ക് സാരി തന്നെയാണ് നല്ല ചേരുന്നത്. ആണോ? അതായിരിക്കും ചേരുന്നത്, പക്ഷേ ഓരോരുത്തർക്കും അവരവരുടേതായിട്ട് ഇഷ്ടങ്ങളില്ലേ, എനിക്ക് ഇതാണ് ഇഷ്ടം എന്ന് എനിക്ക് തോന്നുന്നു. അവരവരുടെ സ്വാതന്ത്ര്യത്തിൽ മറ്റുള്ളവർ കൈ കടത്തുന്നത് ശരിയല്ലല്ലോ. ഇപ്പോൾ ധർമ്മേട്ടന് ഇഷ്ടമുള്ള വേഷം ധർമ്മേട്ടൻ ഇടാമല്ലോ, ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ധർമ്മൻ എന്നിട്ട് പറയുന്നുണ്ട്, അതല്ല സാരിയായിരുന്നു കുറച്ചുകൂടെ നല്ലത്, സാരി വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഇടാമല്ലോ, കുഴപ്പമില്ലല്ലോ, ഇതിപ്പോൾ നമ്മൾ ഹണിമൂണിന് വന്നതല്ലേ, അപ്പോൾ പിന്നെ ഇതൊക്കെ പോരെ. അപ്പോൾ ധർമ്മൻ ഒരു വല്ലാതെ ആയിട്ടോ. ഞാൻ കരുതി ധർമ്മേട്ടന് ഇതൊക്കെ വലിയതായിട്ട് ഇഷ്ടമാവുമെന്ന്. അതൊക്കെ എന്നാലും എൻ്റെ ഭാര്യ സാരി ഉടുക്കുന്നതല്ലേ എനിക്കിഷ്ടം, അതൊക്കെ ആവശ്യമില്ലാത്തത് നിർബന്ധമാണ്, അവരവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തരുത്. പിന്നെ എന്തായാലും ധർമ്മേട്ടന് ഇത് ഇഷ്ടപ്പെടില്ല എന്നും പറയും തോന്നുന്നുണ്ട്. ധർമ്മേട്ടൻ ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരാളാണെന്നാണ് എനിക്കും തോന്നുന്നത്. അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കിനും ധർമ്മൻ അങ്ങ് മിണ്ടാതിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുക, വാ നമുക്ക് താഴേക്ക് പോവാം, ഷോപ്പിങ്ങൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ധർമ്മനെ വിളിക്കുക കേട്ടോ. അപ്പോൾ ധർമ്മൻ പറയണം, അയ്യേ ഈ ഡ്രസ്സിലേക്കാണോ താഴേക്ക് പോകുന്നത്, അതിനിപ്പോൾ എന്താ കുഴപ്പം, ഈ ഡ്രസ്സിനൊരു കുഴപ്പമില്ല, നമുക്ക് പോവാം. എന്നാൽ പിന്നെ പോവാം. അങ്ങനെ ധർമ്മന് ഭയങ്കര സങ്കടമായിട്ട് സുകന്യയുടെ വേഷം തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവർ ഷോപ്പിങ്ങിനൊക്കെ താഴെ ഇറങ്ങി പോവാണ്. ഇതൊക്കെ എന്നിട്ട് എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.